എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ല, ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല, പണക്കാരനാകണമെന്നല്ല. കഥാഹൃദയത്തിന്റെ അകത്തൊരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയോ? പടച്ചവരെ, ഒരു ദിവസം 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല, ഏത് രൂപത്തിൽ ഏത് കോലത്തിലാ വരുന്നതെന്നറിയില്ല. പടച്ചവനെ, നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് ഒരു ദിവസം ഇറങ്ങി വരുമല്ലോ. ഇന്ന് വരെ മലക്കുകളെ കാണാത്ത നമ്മുടെ കണ്ണുകൊണ്ട് മലക്കുകളെ കാണുമല്ലോ. അള്ളയാ പറഞ്ഞത്, ഫകശഫിനാ അൻകഇതാക ഫബസറുകൽ യൗമ ഹദീദ്. ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് മലക്കുൽ മൗത്തിനെയും അനുയായികളെയും കാണുമല്ലോ. നമ്മുടെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നു, കാണേണ്ട താമസമോ പിടഞ്ഞു താഴെ വീണു. ഇവര് മുഴുവനും നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് അവര് പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻ റാക് വളന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാകു ബിസാക് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാക്. നിന്നെ കൊണ്ടുപോകാൻ വന്നതാടാ, നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാ, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കാലിന്റെ തള്ളവരിൽ നിന്ന് പടച്ചവനെ തല്ലിച്ചതച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. കാലിന്റെ മുട്ടുവരെ, അവിടുന്ന് അരവരെ, അവിടുന്ന് അരവരെ, അവിടുന്ന് നെഞ്ചുവരെ, അവിടുന്ന് കഴുത്തുവരെ. അല്ലാഹുവേ, ഈ മലക്കുകൾ മുഴുവനും നമ്മുടെ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയിൽ കൊണ്ടുവച്ചിട്ട് ഇവരെല്ലാവരും കൂടെ എന്റെയും നിങ്ങളുടെയും കൈകാലുകൾ മുഴുവനും പിടിച്ചു വെക്കുന്ന രംഗമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അതാ മലക്കുൽ മൗത്ത് നമ്മുടെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹങ്ങ് വലിച്ചെടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയണ്ടേ മോനെ, പറയണ്ടേ ചെറുപ്പക്കാരാ, മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കാ കുതിക്കാത്ത പെണ്ണുണ്ടോ? ഉമ്മ, നീ എപ്പോഴും പറയും, ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച രാവിലാ, 17 എന്റെ മാതാവ് മരിച്ചത്, എന്റെ പിതാവ് മരിച്ചതെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവി മരിച്ചാ നിനക്കെന്ത് കിട്ടാനാടാ? പെണ്ണെ, നിന്റെ ഉമ്മ റമളാൻ മാസത്തിൽ മരിച്ചാ നിനക്കെന്ത് കിട്ടുവടി? നിന്റെ ഉമ്മയ്ക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും, നിനക്കല്ല ഒന്നും തരില്ലല്ലോ. അതുകൊണ്ട് പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അല്ലാഹ് തരുന്ന പ്രതിഫലം ഇലാ അജലിൻ മുസമ്മാ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, പടച്ചവൻ നിനക്കൊരു നല്ല മരണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ വാപ്പാ മോഹമില്ലേ, വാപ്പാ ആഗ്രഹമില്ലേ, വയസ്സായില്ലേ വാപ്പാ, എപ്പോഴെവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല. നിന്നെക്കാലം പ്രായം കുറഞ്ഞവരുടെ മയ്യത്ത് എത്രയോ കണ്ടു വാപ്പാ. അതുകൊണ്ട് പെങ്ങളെ, ഇന്ന് മുതൽ തുടങ്ങിക്കോ, ഇന്ന് മുതൽ തുടങ്ങിക്കോ, നാളെയാക്കണ്ടടി പെങ്ങള്. ഇന്നത്തെ രാത്രി പറയാതെ ഉറങ്ങല്ലേ. ഈ റജബ് 27 നോമ്പ് പിടിച്ച അല്ലാഹു മുത്തുനബി ഇസ്റാ മിഅ്റാജിന് കൊണ്ടുപോയ ഈ പുണ്യമായ സദസ്സില്, ഈ പുണ്യമായ ദിവസത്തില് ഒരു നല്ല തീരുമാനമെടുത്തോ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ. പറയാതെ ഉറങ്ങില്ല ഉസ്താദ്.
ഉസ്താദ്, അല്ലാഹു പറയുകയാ, നിനക്കൊരു നല്ല മരണം അല്ലാഹു തരും ചെറുപ്പക്കാരാ. കൊതി തോന്നാറില്ലേടാ? പലരുടെയും മുഖം കാണുമ്പോ നിനക്ക് കൊതി തോന്നാറില്ലേ? എന്തൊരു പ്രകാശമാപോര്, എന്തൊരു പുഞ്ചിരിയായിരുന്നടാ ചെറുപ്പക്കാരാ. വെള്ളിയാഴ്ച രാവിലെ എത്രയോ പേരുടെ മയ്യത്ത് കണ്ട വാപ്പാ, നിനക്കും ഇതുപോലെ ഒരു വെള്ളിയാഴ്ച പോകണ്ടേ? അതുകൊണ്ട് പറഞ്ഞു, 6 അസ്തഗ്ഫിറുല്ലാഹല്ലദീ. ഒരു പ്രതിഫലം കൂടെ പറയട്ടെ, എന്ന് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ടൊന്ന് കരഞ്ഞുകൂടി, ചെയ്തു പോയ പാപങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിലൊന്ന് ഏറ്റുപറഞ്ഞുകൂടി. അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? ഇന്നീ സദസ്സിലിരുന്ന് കൊണ്ട് തൗബ ചെയ്യാൻ കഴിയുമോ? നീ സദസ്സിലിരുന്നിട്ട് ആർക്കെങ്കിലും അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ കഴിയോ? പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കഴിയുമോ? പെങ്ങളെ, നീ എങ്ങാണം ഇന്നീ സദസ്സിലിരുന്ന് കൊണ്ട് ചെയ്ത പാപങ്ങളെ കുറിച്ച് ഓർത്തിട്ട് നീ എങ്ങാണം ഒന്ന് കരഞ്ഞാ, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ, ഈ പെണ്ണിന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യുമടി പൊന്നുമോളെ. ചെറുപ്പക്കാരാ, ഇന്ന് ദുആ ചെയ്യുമ്പോ കരഞ്ഞുകൊണ്ട് പാപമേറ്റു പറയാ കഴിയോ? അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവോട് പറയുകയാ, ഇവന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. ഇവന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. മലക്കുകൾ അല്ലാഹുവോട് നിനക്ക് സ്വർഗ്ഗം കിട്ടാ ദുആ ചെയ്യുകയാ. പ്രായം കുറെ ആയില്ലേ വാപ്പാ, ഇനി എന്ന് നന്നാകാനാ ഉപ്പാ? 40 വയസ്സ് കഴിഞ്ഞില്ലേ വാപ്പാ? 40 വയസ്സ് കഴിഞ്ഞവൻ പിന്നെ മരണത്തിനെ ഓർത്തിരിക്കണമെന്നാ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്തോതിയിട്ട് അസ്റായിലിനെ കാത്തിരിക്കണമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ച പ്രായമായില്ലേ വാപ്പാ? ഈ മുടിയെല്ലാം നരച്ചിട്ട് ഒരുപാട് രോഗങ്ങളുമായിട്ട് നടന്നിട്ടും നിനക്കൊന്നും നന്നാകാൻ തോന്നുന്നില്ലല്ലോ. എന്റെ ഉമ്മ, എപ്പോഴും നീ പറയും പ്രസവത്തിന് മരണവേദനയാണെന്ന്. ആ വേദന സിറാജിനറിയില്ല. പ്രസവത്തിന് വേദനയുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ നീ ഒന്നല്ല ഉമ്മ, 3ഉം 4ഉം പ്രാവശ്യം നീ ആ മരണവേദന അനുഭവിച്ചവളല്ലേ. ഈ പ്രസവത്തിന് പോലും ഇത്ര വേദനയുണ്ടെങ്കിലും മരണത്തിന് എത്ര വേദനയാ ഉമ്മ. റജബ് മാസമല്ലേ ഉമ്മ? നിന്റെ ഉമ്മ റജബ് മാസം എത്തുമ്പോഴേ വീടും പരിസരവും ഒരുക്കി റമളാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് നീ നിന്റെ ചെറുപ്രായത്തിൽ കണ്ടവളല്ലേ പെണ്ണെ. എന്തേ നിനക്ക് സംഭവിച്ചു പോയത്? അതുകൊണ്ട് നീ അല്ലാഹുവിന്റെ മുന്നിൽ ഈ രാത്രി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താ അല്ലാഹുവിനോട് മലക്കുകൾ പറയുകയാ, അല്ലാഹുവേ, ഇവരുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. ഇവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. വാപ്പാ, നിനക്ക് മാത്രമല്ല, മലക്കുകൾ അല്ലാഹുവോട് പറയുകയാണ്, പടച്ചവരെ, ഇവന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട് തമ്പുരാനെ. രക്തം വിയർപ്പാക്കി ഇവന് വേണ്ടി ജീവിച്ച ഒരു വാപ്പയുണ്ടല്ലാ. പടച്ചവരെ, 9.5 മാസക്കാലം ഇവനെ ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച ഇവനെ പാല് കൊടുത്തും പട്ടിണി കിടന്നിട്ട് പാല് കൊടുത്ത് പൂറ്റി വളർത്തിയ ഒരു പാപം ഉമ്മയും ഇവനുണ്ട് റബ്ബേ. ഇവന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും കൂടെ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. മലക്കുകൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. നിനക്ക് മാത്രമല്ല,
നിനക്ക് മാത്രമല്ല നിന്റെ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടാൻ, നിന്റെ വാപ്പയ്ക്ക് സ്വർഗം കിട്ടാൻ പെങ്ങളെ ഇന്ന് തൗബ ചെയ്താൽ മലക്കു പറയുന്നു വമന സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം. പടച്ചവരെ ഈ പെണ്ണിനൊരു ജീവിതം കൊടുത്ത ഒരു ഭർത്താവുണ്ട് തമ്പുരാനെ. പാതിരാത്രി ഇവരുടെ കൂടെ കിടപ്പറ പങ്കിടുന്ന ഒരു പെണ്ണുണ്ട് നാഥാ. ഇവന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയുണ്ട് റബ്ബേ. ആ പെണ്ണിന് കൂടെ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ടും മലക്കുകൾ ദുആ നിർത്തുന്നില്ല. അവര് പറയുകയാ വമന സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. പടച്ചവരേ ഇവരുടെ രക്തത്തിൽ പറന്ന ഇവരുടെ മക്കളുണ്ടല്ലോ, ആ മക്കളെ കൂടെ നീ നാളെ സ്വർഗത്തിൽ ഇവരുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. മലക്ക് ദുആ ചെയ്യുമടാ. ചെയ്തു പോയ ഒരു പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുന്ന മനുഷ്യന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഖുർആനാ പറഞ്ഞത്. എന്നിട്ട് അവര് പറയുന്ന വഖീമുസ് സയ്യിആത്ത്, ഇനിയും ഇവനെ പഴയ തെറ്റിലേക്ക് കൊണ്ടിടല്ലേ അല്ലാ. ഈ പെണ്ണിനെ ഇനിയും നീ പാപം ചെയ്യിപ്പിക്കല്ല റബ്ബേ. ഇവൾക്ക് നീ കാവല് കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമെന്ന പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു പിരിയാ, ഒരു പ്രതിഫലം കൂടെ പറഞ്ഞു പിരിയാ. ഇന്നീ സദസ്സിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് നിറകണ്ണുകളോടെ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും എണ്ണി പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചിട്ട് മടങ്ങിയ ഈ പോകുന്ന വഴിയിലെങ്ങാടും നീ മരിച്ചു പോയാൽ അല്ലാഹുവേ നാളെ നിന്റെ ജനാസ ഇവിടത്തെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ മോനെ. നാളെ നിന്റെ ജനാസ ഇവിടത്തെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. നിന്റെ ജനാസ നാളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ തൗബ ചെയ്ത ഒരു മനുഷ്യൻ തൗബ ചെയ്തിട്ട് മരിച്ചു പോയാൽ, തൗബ ചെയ്തിട്ട് മരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. തൗബ ചെയ്തിട്ട് മരിച്ചാൽ അവൻ അല്ല തരുന്ന പ്രതിഫലമല്ല, അവൻ അല്ല കൊടുക്കുന്ന പ്രതിഫലമല്ല. ഈ സദസ്സിൽ ഇരുന്ന് തൗബ ചെയ്ത നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി മരിച്ചു പോയാ നാളെ നിന്റെ ജനാസ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ നിന്റെ കബറിന്റെ ചാരത്ത് കിടക്കുന്ന മറ്റുള്ള കബറാളികളുണ്ടല്ലോ, അവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഹാഫിളിന്റെയോ ആലിമിന്റെയോ പ്രതിഫലമല്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റുപറ്റിപ്പോയി, ആ പറ്റിപ്പോയ തെറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് മരിച്ച നിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുവെക്കുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന മറ്റുള്ള ഖബറാളികൾക്ക് പോലും നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗബ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തൗബയ, ഇഖ്ലാസോട് കൂടിയുള്ള തൗബ. ഇഖ്ലാസോടുകൂടി ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. 2 ഇസ്തിഗ്ഫാറുകൾ അധികമായിട്ട് പറ, അത് നിന്റെ ദുആയാണ്, നിന്റെ പാപങ്ങൾ പൊറുക്കുന്ന കാര്യമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 2 കാര്യങ്ങൾ ജീവിതത്തിൽ മരിക്കണ കാലം വരെ മുറുകെ പിടിച്ചു ചെയ്യുവാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 11:45 കഴിഞ്ഞ് കറക്റ്റ് 11:45 ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റും കൂടെ ഇൻഷാ അല്ലാഹ്
നമുക്ക് അള്ളാഹിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു പിരിയാം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും ഇരുന്നു. ഏകദേശം 9 മണി മുതൽ ഇരിക്കാം. ഇൻഷാ അല്ലാഹ് 10 മണി ഇപ്പൊ ഏകദേശം 11 മണി കഴിഞ്ഞു, 11:45 ഇൻഷാ അല്ലാഹ്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അള്ളാഹിന്റെ മുന്നിൽ നിൽക്കാം. കാരണം നീ യജമാനനല്ല, നീ അടിമയാ. അള്ളാഹു യജമാനൻ, നമ്മൾ അടിമകളുമാ. യജമാനന്റെ മുന്നിൽ അടിമ നിൽക്കണം യാചിക്കുന്നവനെ പോലെ. യാചിക്കുന്നവനെ പോലെ നിന്നാൽ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. എല്ലാരും എഴുന്നേക്ക്. അടുത്തേക്ക് വാ ഇൻഷാ അല്ലാഹ്. എല്ലാരും അടുത്തേക്ക് വാ. നമുക്ക് ദുആ ചെയ്യാം. പുറത്തൊരു മനുഷ്യൻ നിൽക്കരുത്. സംഘാടകരുൾപ്പെടെ ഒന്നീ നീ വീട്ടിൽ പോ, ഒന്നീ നീ വീട്ടിൽ പൊക്കോ, അല്ലെങ്കിൽ നീ കയറി ഇവിടെ വന്ന് നിൽക്ക്. പുറത്ത് നിൽക്കരുത്. അള്ളാനെ ഓർത്തിട്ട് പൊക്കോ. നിന്നെ കാത്ത് നിന്റെ ഭാര്യയും മക്കളും നിൽക്കുന്നുണ്ട്. ഈ പുണ്യമായ സദസ്സിൽ 40 പേരിൽ കൂടുതലുണ്ട്. സയ്യിദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്. ഒരുപാട് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുള്ള ഈ സദസ്സിൽ ഒന്ന് കേറി നിന്നിട്ട് ആമീൻ പറയാൻ വൈകി നീ വെളിയിൽ നിന്ന് പറയണ്ട, നീ പൊക്കോ. കാരണം ഇങ്ങനെ ഒരു സദസ്സ് കണ്ടിട്ട് നീ കേറി നിന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അഹങ്കാരം. അത് അഹങ്കാരമായി ഈ സദസ്സിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്നി നീ പോ, അല്ലെങ്കിൽ നീ കേറി നിൽക്ക്. ഏതെങ്കിലും ഒന്ന് ആ ലൈറ്റിന്റെ ചുവട്ടി നിൽക്കുന്ന ആ ഗോൾ പോസ്റ്റിന്റെ അവിടെ നിൽക്കണ ചങ്ങായിമാര് മുഴുവൻ എഴുന്നേറ്റ്. ആ ഗോൾ പോസ്റ്റിന്റെ താഴെ ഇരിക്കുന്ന ചങ്ങാതിമാരൊക്കെ ഇനി നീ നിന്റെ കാര്യം നോക്ക്. ഇത്രയും നേരം മദ്രസ കെട്ടി, ഇനി നിന്റെ കാര്യം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇപ്പൊ കുട്ടികളൊക്കെ അമ്മരെല്ലാം എന്റെ മോളിൽ കയറി കളിക്കുവോ ഇല്ലപ്പോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. ഇങ്ങോട്ട് അടുത്ത് ഇൻഷാ അല്ലാഹ്. താത്താമാരൊക്കെ എഴുന്നേറ്റ് എല്ലാരും അടുത്ത് നിൽക്ക്. നിങ്ങൾ അടുത്ത് നിന്നാൽ തന്നെ ഏകദേശം വിഷയം കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സുകൾ അടുത്താൽ തന്നെ ഏകദേശമുള്ള വിഷയങ്ങൾക്ക് പരിഹാരം. ചങ്ങായിമാര് എഴുന്നേക്ക്. ബിസ്മില്ലാ. ബക്കറ്റൊക്കെ കള, പോട്ടെ, എല്ലാം പോട്ടെ. നിങ്ങൾ എഴുന്നേക്ക്, പോവാ. നാളെ പോകുന്ന നീ ഇനിയിപ്പോ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ ഗോൾ അടിക്കാൻ നോക്കുക. ബിസ്മില്ലാ. ഇങ്ങോട്ട് കയറി എഴുന്നേറ്റോ. കളഞ്ഞേരം, എല്ലാം കളഞ്ഞേരം. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ പോട്ടെ. അള്ളാന്റെ വിധി ഉണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പോവാ. ചായയൊക്കെ പിന്നെ കുടിക്കാൻ പാ. ഇൻഷാ അല്ലാഹ്. ഇങ്ങോട്ട് അടുത്തേക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ദുആ ചെയ്യാം, ദുആ ചെയ്യാം. ശൈത്താനെ ഇറക്കി വിടാനുള്ള ഒരു ആയത്തും പഠിച്ചിട്ട് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സംഘാടകന്റെ എന്റെ പേരെന്താ? എന്റെ നീയല്ലേ ഈ പരിപാടി എന്നെ വിളിച്ചോണ്ടിരുന്നാണ്. അതുകൊണ്ടായിരിക്കണ കാക്കാമാരോട് മൊത്തം എഴുന്നേറ്റ് വരാൻ പറ. പൊക്കോ പൊക്കോ പൊക്കോ. അവിടെ വരെ നടന്നാ നിനക്ക് സ്വർഗം കിട്ടും. പാവപ്പെട്ടവനാ. എല്ലാവരോടും കയറി. ഇനി ആ ബക്കറ്റൊക്കെ കളഞ്ഞേക്കാൻ പറ. സ്വന്തം കാര്യം നോക്ക്. പള്ളിക്കുഴി പോവാ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരു മദ്രസയുണ്ട്. സംഘാടകർ പറഞ്ഞൊന്ന് കാണാൻ എനിക്ക് പോകാൻ പറ്റിയില്ല. ഒന്ന് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരണം, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു സദസ്സ, ചിലപ്പോൾ അത് അറം പറ്റിപ്പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ ഉസ്താദൊന്നും പറഞ്ഞെന്ന് പറയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് സംഘാടകർ പോയി അവരൊക്കെ വിളിച്ചോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മദ്രസ, ഈ നാട്ടിലുള്ളവരെല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയൊക്കെ കൊടുത്തിട്ട് അവർ ഇന്ന് വരെ 5 പൈസ വാങ്ങിയില്ല. ഈ വഴുത് കഴിഞ്ഞിട്ട് തീരുമാനിക്കണം പണിയണോ വേണ്ടയോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘാടകരുടെ നിയ്യത്ത് അല്ലാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു തകർന്നു വീഴാറായിരിക്കുന്ന ഒരു മദ്രസ എത്ര വർഷം പഴക്കൊണ്ട് വെച്ചിട്ടുണ്ട്? 70 വർഷം. ഞാൻ എന്റെ വാപ്പാടെ നട്ടല്ലി പോലും ഇല്ല സമയത്ത്. 70 വർഷം പഴക്കമുള്ള ഒരു മദ്രസ. ആ മദ്രസയുടെ പുനർനിർമ്മാണമാണ് ഇവരുടെ മനസ്സിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, പലതുള്ളി പെരുവെള്ളം. നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ അൽഹംദുലില്ലാഹ് അതിന്റെ പണി നമുക്ക് നല്ല നിലയിൽ നടത്താൻ കഴിയും. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമെങ്കിലും അത് നല്ല നിലയിൽ അതിനകത്ത് കുട്ടികളെ കയറ്റിയിരുത്തി പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഇൻഷാ അല്ലാഹ് അത് കൊണ്ടുപോകണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരും ഓസിന് തരണമെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ ആരും ഓസിനൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും മദ്രസയിൽ പഠിച്ചതാ. രാവിലെ മദ്രസയിൽ തുടങ്ങുന്നത് ഒരു ഫാത്തിഹ ഓതിയിട്ട, അവസാനിക്കുന്നത് 3 സ്വലാത്ത് പറഞ്ഞിട്ട. എന്റെ പ്രിയമുള്ളവരെ, ഈ സ്വലാത്തിന്റെയും ഫാത്തിഹയുടെയും പ്രതിഫലം ഈ ബിൽഡിംഗ് നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിലെത്തും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ആരും നമ്മുടെ കൂടെ വരില്ലല്ലോ. ആര് വരാനാ? ഭാര്യ, വാപ്പ, ഉമ്മ, ആരും വരൂല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരാളും നമ്മുടെ കൂടെ വരാറില്ല. എല്ലാവരും നമ്മൾ ഒറ്റയ്ക്ക് പോണമല്ലോ. ഒരു ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മുടെ അവസ്ഥ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ,
കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വീടിന്റെ അകത്ത് എടുത്തു വെച്ച് കഫം പൊതിയാ സമയമാകുമ്പോ നമ്മുടെ വാപ്പ, നമ്മുടെ കൂടപ്പുറപ്പുകൾ അവിടെ നിന്നുകൊണ്ട് പറയുന്നത് എന്തെന്നറിയോ? പൊതിയാൻ പോകുകയാ, കാണേണ്ടവരൊക്കെ പെട്ടെന്ന് കണ്ടോളാൻ. ഒന്ന് ആലോചിക്കേ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ വീട്, നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ കൂടപ്പുറപ്പുകളും എല്ലാരും പറയുക, കാണേണ്ടവര് കണ്ടോ, തീർതി പെട്ടെന്ന് കൊണ്ടുപോകാൻ പോവാ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയാൻ പോ. അപ്പൊ ഒരു തിരക്കാ കാണാൻ. അപ്പൊ ഉടനെ വാപ്പ പറയാ, കണ്ടത് മതി പൊതിഞ്ഞേക്കാൻ. ആലോചിക്കേ, വെച്ചോണ്ടിരിക്കാൻ സമയമില്ല, മുക്കിന്റെ ദാരത്തിലേക്ക് പഞ്ഞി എടുത്തു വെച്ചിട്ട് പൊതിയാൻ. അല്ലാഹുവേ, അവസാനം വെള്ള തുണിയിൽ പൊതിഞ്ഞു മയ്യത്ത് കട്ടിൽ എടുത്തിട്ട് നമ്മുടെ വീടിന്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗം, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ തമ്പുരാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ അതുകൊണ്ട് നിങ്ങളോടൊരു സദക്ക ചോദിക്കുക. എപ്പോഴാണെന്ന് അറിയുന്നില്ല മരിക്കണേ. ഞാൻ ഇന്നലെ എന്റെ മകനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ എന്റെ രാത്രി എന്റെ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് വന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. തന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് അറ്റാക്ക് വന്നു മരണപ്പെട്ടു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഒന്ന് വീട്ടിൽ വന്ന് ദുആ ചെയ്യ്, എനിക്ക് പോകാൻ പറ്റിയില്ല. ആ ചെറുപ്പക്കാരൻ മരിക്കുമ്പോ തന്റെ ഭാര്യ ഗർഭിണിയാ. പടച്ചവനെ, മെലഞ്ഞാന്ന് രാത്രി ആ പെണ്ണു പ്രസവിച്ചു. അല്ലാഹു, നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല. എന്റെ പ്രിയമുള്ളവരെ, മരണം എപ്പോഴാന്നറിയില്ല, ഏത് കോലത്തിലാണെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ലല്ലോ അപ്പ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഒരല്പമെങ്കിലും നിങ്ങൾ ആരെങ്കിലും സദക്ക കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങൾ മരിക്കുമ്പോ അല്ലാഹു സ്വർഗം കാണിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഖുർആൻ പറയാ, മരിക്കുമ്പോ അല്ലാഹ് വാക്ക് പറഞ്ഞ മരിക്കണമെന്നല്ലേ. മരിക്കണ സമയത്ത് സ്വർഗം കാണണം വാപ്പ, ഇല്ലെങ്കിൽ ചിരിക്കാൻ പറ്റൂല. എന്തൊക്കെ കണ്ടാലും ചിരിക്കൂല. മരിക്കണ സമയത്ത് ചിരിക്കണമെങ്കിൽ, കാരണം മരണത്തിന് അത്ര വേദനയാ. കാരണം അള്ളാന്റെ ഖുർആനാ പറഞ്ഞ, അള്ളയാ പറഞ്ഞ മരണത്തിന് വേദനയുണ്ടെന്ന്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ ഉമ്മം. പ്രസവ വേദന അല്ലുമ്മ മരണവേദന. പ്രസവ വേദന അല്ല, അതല്ല നിങ്ങൾ ഒരിക്കൽ പറയരുത്. മരണത്തിന് വല്ലാത്ത വേദനയാ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാ മരണപ്പെട്ടെ? അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചോ. റബീഉൽ അവ്വൽ 11 മരിക്കുന്നതിന്റെ തലേ ദിവസം അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല വാപ്പ. കാരണം എണ്ണയില്ലായിരുന്നു വാപ്പ. മുത്തുനബിയുടെ വീടിന്റെ അകത്ത് എണ്ണയില്ലാത്തത് കാരണം വിളക്ക് കത്തിച്ചില്ല. അവസാനം പ്രവാചകൻ വഫാത്താകുമ്പോ 5 നയാ പൈസ പോലും സ്വന്തമായിട്ടില്ല. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദിർഹവും സദക്ക കൊടുത്തു നബി. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിച്ച് മുട്ടിന്റെ ഭാഗമെത്തിയപ്പോ പ്രവാചകൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അത്ര അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല. എന്തൊരു വേദനയാ അസ്റായിൽ, എന്തൊരു വേദന, എനിക്ക് താങ്ങാൻ കഴിയണില്ല, ഒന്ന് പതുക്കെ പിടിക്ക്. അസ്റായിൽ അലൈഹിസ്സലാം പറഞ്ഞു, അത്ര കരഞ്ഞുകൊണ്ട്, എനിക്കറിയില്ല നബിയെ, ഇതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ, ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്ക് അറിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വെള്ളത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ തന്റെ മുഖത്തേക്ക് വെള്ളമെടുത്ത് ഒഴിച്ചിട്ട് അവിടെ കിടന്നിട്ട് പറഞ്ഞു, ആയിഷ, അവിടെ നിന്ന് പറഞ്ഞു, ഇന്നലിൽ മൗത്തിൽ സക്കറ, മരണത്തിന് വലിയ വേദനയുണ്ട് ആയിഷ. ആരാ പറഞ്ഞത്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അല്ലാ, ഞാൻ എത്ര കരയും അപ്പ. എന്റെ കാര്യം ആലോചിച്ചു. എനിക്കെന്റെ സ്വഭാവം എനിക്കല്ലേ അറിയൂ.
എന്റെ അവസ്ഥ എന്തായിരിക്കും, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എന്ത് ചിന്തിക്കാത്ത? ഈ മരണത്തെക്കുറിച്ച് എന്ത് നിങ്ങൾ ചിന്തിക്കാത്ത? എന്റെ പ്രിയമുള്ളവരെ, ആ മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്ത നീ മരിക്കുമ്പോ അള്ളാഹു സ്വർഗം കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗം കണ്ടിട്ട് മരിക്കൂ. അപ്പൊ നീ കണ്ടിട്ടില്ലേ എത്രയോ പേര് ചിരിക്കുന്നു മുഖത്തോടെ? എത്രയോ മയ്യത്ത് കണ്ടിട്ടുണ്ട്. ചിലരുടെയൊക്കെ മുഖം കറുത്ത്, കണ്ണ് തെള്ളി, വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മയ്യത്ത് കാണാൻ തന്നെ പേടിയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ തമ്പുരാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെയൊന്നും മരിക്കാൻ വയ്യ. സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് മരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അള്ളാഹുവിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയാ വാപ്പ നീ മരിച്ച നിനക്കിത് ഖബറിലെത്തുന്ന ജാരിയായ സദക്കയാ. അതുകൊണ്ട് അൽഹംദുലില്ലാ, നിങ്ങൾ ആരും ഇപ്പം കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല, ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും കൂടെ മനസ്സ് വിചാരിച്ച അൽഹംദുലില്ലാ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ ഒരുപാട് താമസിക്കാതെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല സദക്ക ഈ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മ, നിനക്ക് എന്തിനാ ഉമ്മ ഇനി സ്വർഗം? നീ എന്തിനാ ഉമ്മ സ്വർണം? നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണം നീ മരിച്ച ആദ്യം ഊരുന്നത് സ്വർണമാ ഉമ്മ. നിന്റെ കടം പോലും നിന്റെ മക്കള് വീട്ടൂല ഉമ്മ. അങ്ങനത്തെ മക്കളുടെ കാലമാ ഉമ്മ. ഇന്ന് പണം മതി എല്ലാത്തിനും. ഉമ്മ, നീ ജീവിച്ചിരിക്കുമ്പോ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്ക്. ഞാൻ കൊല്ലം ജില്ലയിൽ ഒരു സ്ഥലത്ത് വഴുതിന് പോയി. അവസാനം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി ഞാനൊരു സദക്ക ചോദിച്ചു. 1 ഗ്രാം ചോദിച്ചു. ഇതുപോലെ എല്ലാം നിൽക്കുമ്പോ ഒരു 5 വയസ്സുള്ള ഒരു പയ്യൻ സദസ്സിൽ കയറി വന്നു. ഒരു മുട്ടായിയുടെ കവറിന്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ട്. അള്ളാഹുവെ കൊണ്ട് തന്നു ഉസ്താദ്. ഞാൻ ചോദിച്ചു, വാപ്പയും ഉമ്മയൊക്കെ മുട്ടായി വാങ്ങാൻ കൊടുത്ത പൈസയാ? ഞാൻ വയനാടുള്ള ബിലാൽ എന്ന് പറയുന്ന ഒരു മകന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ പേരും ബിലാൽ എന്ന് തന്നെയാ. സംഘാടകരോട് ഞാൻ പറഞ്ഞു, ഒന്ന് എണ്ണി നോക്കാം. 390 രൂപ. വല്ല ഓർമ്മയുണ്ട്? ഈ അടുത്ത് നടന്നതാ. 390 രൂപ. അവസാനം പടച്ചവന് മുട്ടായി വാങ്ങാൻ കൊടുത്ത പൈസയാണ് അവൻ സദക്ക ചെയ്തത്. അള്ളാഹു ആ പൊന്നുമോൻ അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. വാപ്പ 5 വയസ്സുകാരന് തോന്നിയത് എന്തേ വാപ്പ നിനക്ക് തോന്നാത്ത? നീ എവിടെ കൊണ്ടുപോകാനാ? എത്ര മയ്യത്ത് കണ്ടു. നിന്റെ വാപ്പ വെറും കൈയോടെ എല്ലാം നിന്റെ കയ്യിൽ തന്നിട്ട് പോയില്ലേ വാപ്പ? 3 കഷ്ടം തുണിയും വെച്ചിട്ട്. ഒരു ദിവസം നീയും പോകുമല്ലോ. നിന്റെ വീടിന്റെ മതിലിന്റെ വലിപ്പം എത്ര വലുതാ വാപ്പ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, സഹോദരിമാരെ, സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഉസ്താദെ, എനിക്ക് പ്രസവ വേദന പോലും താങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കണം. സ്വർഗമാ വലുത്, സ്വർണമല്ല. നിന്റെ കയ്യിൽ കിടക്കുന്ന, നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണം അള്ളാഹുവിന് വേണ്ടി കൊടുക്കുമെങ്കിലെ അള്ളാഹ് നിനക്ക് സ്വർഗം തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ സമസാധനമായിട്ട് കൊടുത്താൽ മതി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ നമ്മുടെ ഇതിനു വേണ്ടി അൽഹംദുലില്ലാ 650 ചാക്ക് സിമന്റ് വേണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ച നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഉസ്താദേ 20, 25 അല്ലെങ്കിൽ 30, 40, 50 അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അൽഹംദുലില്ലാ. ഉസ്താദേ, അള്ളാഹു എനിക്ക് ആയുസ് തന്നാൽ ഞാനൊരു സിമന്റ് ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങിക്കൊടുക്കാം എന്ന് നിയ്യത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവക്കണം ഈ സദസ്സിൽ. അൽഹംദുലില്ലാ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വാപ്പ ഒരാൾ കൈവക്കുക. എത്രയാക സിമന്റിന് വാപ്പ? അൽഹംദുലില്ലാ ആ വാപ്പ അല്ലാഹുവേ 51 ചാക്ക് സിമന്റ് ഖുലൂ തക്ബീർ. അൽഹംദുലില്ലാ ഇവിടെയും ഒരു 51 ഖുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. കരുണക്കടലായ ദയാലുവായ അല്ലാഹുവേ പടച്ചവനേ, 2 സഹോദരങ്ങൾ, അവരുടെ പേരെന്താണ്, ആഗ്രഹം എന്താണ് എനിക്കറിയില്ല തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനേ,
51 ചാക്ക് സിമന്റ് നിന്റെ ഇൽമു പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി സദക്ക ചെയ്തിരിക്കുന്നു നാഥാ. പരിശുദ്ധമായ റജബിന്റെ നോമ്പ് പിടിച്ചവരാ അല്ലാഹുവേ, അവരുടെ സദക്ക സ്വീകരിക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആരോടും പറയാത്ത എന്തോ ഒരാഗ്രഹമുണ്ട് തമ്പുരാന്, നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാന്, നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കൾ ഈ പാപങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. ഇവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സ്വഭാവമാക്കണേ റബ്ബേ. അൽഹംദുലില്ലാ, 2 പേര് 50 ചാക്ക് സിമന്റ് കുലൂത്ത് കുബീർ. ഇനി ആരാ ഉള്ളത്? അൽഹംദുലില്ലാ, ഇതാ ഒരാള്. അൽഹംദുലില്ലാ, ഒരാള് മണി എന്ന് പറയുന്ന അൽഹംദുലില്ലാ ഒരു സഹോദരൻ 33 ചാക്ക് സിമന്റ് കുലൂത്ത് കുബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. കരുണക്കടലായ അല്ലാഹ്, സ്വർഗ്ഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാ അല്ലാഹ്. പടച്ചവനെ, ഈ പാവപ്പെട്ടവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. നരകം നീ ഹറാമാക്കണേ അല്ലാ. ജീവിതത്തിൽ എല്ലാവിധ ഖൈറ ബറക്കത്തും നൽകണേ അല്ലാ. മരിക്കുമ്പോ ആ പാവപ്പെട്ടവന് നീ സ്വർഗം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാന്. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഒരു സഹോദരപ്പ, ഒരു വാപ്പ 10,000 രൂപ തരാന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. ആ വാപ്പ മുഹമ്മദ് ഹാജി, അൽഹംദുലില്ലാ, വാപ്പ 10,000 രൂപ കൊടുക്കുന്നു. 1,111 രൂപയും കൂടെ കൊടുത്തുകൂടെ അപ്പ? എല്ലാം അൽഹംദുലില്ലാ 11,111 രൂപ ആ പാവപ്പെട്ട ഹാജി കുലൂത്ത് കുബീർ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട മനുഷ്യനാ അല്ലാ. ഒരു ഹാജിയുടെ പദവി നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ആ വാപ്പായിക്ക് 400 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മരിച്ച ഈ സാധു മരിച്ചതുപോലെ മരിക്കണമെന്ന് ഈ നാട്ടുകാർ പറയുന്ന രീതിയിലുള്ള ഒരു മരണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുലൂത്ത് കുബീർ, കുലൂത്ത് കുബീർ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ബക്കർ എന്ന് പറയുന്ന ഒരു സഹോദരൻ അവിടെ ഉണ്ടോ? ബക്കർ ആരാപ്പ? ബക്കർക്കാര എന്തേ? ബക്കർ ഹാജിയ? ഹാജിയ ഒന്ന് ഞാൻ കാണട്ടെ. ബക്കർക്കായി ഞാൻ ഒന്ന് കാണട്ടെ. ബക്കർക്ക് എന്താ ഒന്ന് കാണാനാ? ബക്കർക്ക എന്തേ? നോക്കട്ടെ. ബക്കർക്ക് 5,001 രൂപ കൊടുക്കുന്നു. അള്ളാന്റെ ഖുർആനിൽ 6,666 ഉണ്ടെന്ന കാക്ക. ബക്കർക്ക് ഒന്ന് കൊടുത്തൂടെ? ഇൻഷാ അല്ലാഹ്. കുലൂത്ത് കുബീർ. അല്ലാഹുവേ, ആ സാധുവിന്റെ മുഖത്ത് കണ്ട പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചു ദുആ ചെയ്യാ ആ പാവപ്പെട്ടവനെ നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. അൽഹംദുലില്ലാ, ഇനി ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ. എന്താ മോഹൻ, നമ്മുടെ നേരത്തെ കണ്ടാളാ മോഹനൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അൽഹംദുലില്ലാ 5,001 രൂപ കുലൂത്ത് കുബീർ. അല്ലാഹുവേ, പടച്ചവനെ, മാരകമായ രോഗങ്ങളെ തൊട്ട് ആ സാധുവിനെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. മക്കൾക്ക് നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന സഹോദരനാട് എനിക്കിതുപോലെ ഒരു നല്ല മകനെ കിട്ടിയല്ലോ എന്നോർത്തിട്ട് ആ മോഹൻ എന്ന് പറയുന്ന സഹോദരന്റെ അച്ഛനും അമ്മയും സന്തോഷിക്കണേ അല്ലാ. ആ സാധുവിന് നീ ഹിദായത്ത് കൊടുക്കണേ റബ്ബേ. ആ സാധുവിന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുലൂത്ത് കുബീർ, കുലൂത്ത് കുബീർ. ഒരു അനുഭാവി മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കുട്ടിയുടെ രോഗം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 5,000 രൂപ കുലൂത്ത് കുബീർ. കരുണക്കടലായ അല്ലാഹ്, പടച്ചവനെ, മാതാപിതാക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന സഹോദരനാട് അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ,
പടച്ചവനെ രോഗം കൊടുക്കുന്നത് നീയാണ്, അത് മാറ്റാൻ ഒരു മരുന്നും നിനക്ക് വേണ്ടല്ലോ അല്ലാ. ആ കുഞ്ഞിന്റെ രോഗത്തിന് ശിവ കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ദാവൂദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 5313 രൂപ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ലൈവായി കണ്ടിട്ട്, അല്ലാഹുവേ ദാവൂദ് എന്ന് പറയുന്ന പൊന്നുമോനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഉമ്മാന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കൊടുക്കണേ അല്ലാ, ഉമ്മയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉമ്മാടെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ പോകുന്ന മകനാക്കണേ റബ്ബേ. ജീവിത മാർഗത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട അൽഹംദുലില്ലാഹ് അവിടെ നിൽക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 10 ചാക്ക് സിമന്റ് ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഞാൻ കൊടുക്കാം. ഒരു 10 ചാക്ക് സിമന്റ് അൽഹംദുലില്ലാഹ്. 1 2 ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. 3 കുലു തക്ബീർ, 4 5 6 7 ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. 7 പേര് കുലു തക്ബീർ. ആരാ പെട്ടെന്ന് അൽഹംദുലില്ലാഹ് ഒരു 3 പേര് കൂടെ, ഒരു 3 പേര് കൂടെ ഇൻഷാ അല്ലാഹ്. 8ാമത്തെ അടിമ 8 അൽഹംദുലില്ലാഹ്. 9 10 ഇൻഷാ അല്ലാഹ്. 11 12 കുലു തക്ബീർ അൽഹംദുലില്ലാഹ്. 13 കുലു തക്ബീർ ഇൻഷാ അല്ലാഹ്. ഒരു 2 പേര് കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യം തീരുമാനമായി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. സഹോദരൻ 14 ഒരാൾ കൂടെ അൽഹംദുലില്ലാഹ്. ഒരാൾ കൂടെ ഒരു 10 ചാക്ക് സിമന്റ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ കൊടുക്കണ്ട, അതിന്റെ പണി തുടങ്ങുന്ന സമയത്ത് കൊടുത്താൽ മതി. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആരാ ഒരാൾ കൂടെ അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഒരാൾ ഇൻഷാ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാഹ് 160 ചാക്ക് സിമന്റ് ആയി. കുലു തക്ബീർ ഒരു 5 ചാക്കെങ്കിൽ 5 ചാക്ക് പെട്ടെന്ന്. എനിക്ക് 200 ചാക്ക് സിമന്റ് മതി, എത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് 165 ആയി. ഇനി ആരാ ഉള്ളത് ഇൻഷാ അല്ലാഹ്. ഉസ്താദെ ഞാൻ തരാം. ഒരു 5എങ്കിൽ 5 10എങ്കിൽ 10 ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈബുക്ക് ദുആ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഒരാൾ 5 ചാക്കല്ലേ അപ്പൊ അൽഹംദുലില്ലാഹ്. അപ്പൊ 70 ആയി. കുലു തക്ബീർ 75 കുലു തക്ബീർ 80 കുലു തക്ബീർ 85 കുലു തക്ബീർ. ആരാ അൽഹംദുലില്ലാഹ്. 90 കുലു തക്ബീർ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഹാജിയാൻ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഈ കൊടുത്ത എല്ലാവർക്കും നീ സ്വർഗ്ഗം നൽകണേ തമ്പുരാനെ. പടച്ചവനെ നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ ഒരു കല്ലിന്റെ വില എന്താ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ്. ഇന്നലെ ആരോ അതിന്റെ താഴ്ഭാഗത്തേക്കുള്ള കല്ലുകൾ മുഴുവനും ഓഫർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ മുകളിലേക്ക് ഒരു കല്ലിന് വില 35. അപ്പൊ ഒരു 50 കല്ലിന് എത്ര രൂപ? ഒരു 50 കല്ലിന് എത്ര രൂപയാവും? 1750. ഉസ്താദെ അല്ലാഹു എനിക്ക് ആയുസ് തന്നാൽ, അല്ലാഹു എനിക്ക് ആയുസ് തന്നാൽ അൽഹംദുലില്ലാഹ് ഞാൻ ഒരു 50 കല്ല് അതിനു വേണ്ടി വാങ്ങിക്കൊടുക്കാം. 1750 രൂപയേ ഉള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, മനസ്സുള്ളവരെ ഉമ്മർക്ക് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കുലു തക്ബീർ. ഇനി ആരാവുള്ള ഒന്ന് കൈവയ്ക്കാൻ മതി. 1750 രൂപ ഇൻഷാ അല്ലാഹ്. 2 3 കുലു തക്ബീർ. ഇനി ആരാവുള്ള? സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ പോകാം. സഹോദരിമാര് തരും. സ്വർണ്ണ ഊരി തന്നിട്ടുണ്ട്, എനിക്കറിയാം. നിങ്ങൾ 3 മോതിര ഊരി തന്നു. പെങ്ങളെ മറക്കൂല, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. സംഘാടകർ പോകാം ഇൻഷാ അല്ലാഹ്. ഇനി ആരാ ഉള്ളത്? അൽഹംദുലില്ലാഹ്. ഒന്ന് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 50 കല്ല് കുലു തക്ബീർ. ഇനി ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. 4 പേരായി. ഇനി 5 പേരായി ഇൻഷാ അല്ലാഹ്. 5 പേരായി. ഇനി ആരാ ഉള്ള? 250 കല്ലായി. ഇനി ആരാ ഉള്ള? എന്താ കൈവക്കിക്കേ? ഇനി ആരാ? ഒരു 50 കല്ല് വാങ്ങിക്കൊടുക്കുക. സഹോദരിമാര് ഒന്ന് മനസ്സ് വെച്ച് നിന്റെ 2 മാസത്തെ കേബിളിന്റെ പൈസ കൊടുത്തിട്ട് നീ സ്വർഗത്തിൽ പോ. ഉസ്താദ് ഒരു 50 കല്ല് ഞാൻ വാങ്ങിക്കൊടുക്കാം, മനസ്സുണ്ടെങ്കിൽ നീ കൊടുക്കുക. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 3 സഹോദരിമാര് തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണമോതിരം, അല്ലാഹുവേ 3 സ്വർണ്ണമോതിരം. കുലു തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവരെ, ഒരു പെണ്ണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സ്വർണ്ണമാണ്. എങ്കിലാ സ്വർണ്ണത്തിനെക്കാളും വലുത് സ്വർഗമാ. അല്ലാഹ് കോടാനുകോടി രൂപ കൊടുത്താലും കിട്ടുന്നതല്ലല്ലോ. പടച്ചവനെ, തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണമോതിരം ഊരി തന്നിരിക്കുന്നു റബ്ബേ.
ഈ സദക്ക നീ സ്വീകരിക്കണേ അല്ലാ. ഇതേത് ശരീരത്തിൽ കിടന്നു ആ ശരീരം നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ല അല്ലാ. ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാ. പടച്ചവനെ ഈമാൻ കെട്ടി മരിക്കുന്നതിന് വേണ്ടി ഒരു സഹോദരി സ്വർണ്ണമോതിരം അല്ലാഹുവേ മരിക്കുമ്പോ ഇതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ സ്വർണം തന്ന പെണ്ണുങ്ങൾക്ക് സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. പടച്ചവനെ എന്റെ പെങ്ങന്മാർക്ക് ഈമാൻ കൊടുക്ക് തമ്പുരാന്. പടച്ചവനെ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്ക് തമ്പുരാന്. 50 കല്ല് ചോദിച്ചപ്പോ അല്ലാഹുവേ 50 അല്ല 500 കൊടുക്കാൻ ആസ്തിയുള്ളവരുണ്ട് തമ്പുരാന്. പക്ഷേ നീ ഇഷ്ടപ്പെട്ടവർക്കേ കൊടുക്കാൻ കഴിയൂ. ഈ നൽകിയവരെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മുറാദുകൾ നിന്നെ ഏൽപ്പിക്കുകയാ. നീ ഇവരെ വെറും കൈയോടെ മടക്കല്ല അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരൻ അൽഹംദുലില്ലാഹ് ഒരു സ്വർണ്ണമോതിരം കൂടെ കുലൂത്ത് കുബീർ ഊരിക്കോ, നിനക്ക് അല്ലാഹു സ്വർഗം തരും. അല്ലയാ പറഞ്ഞു തരാം. വേണോ നിനക്ക് സ്വർഗം വേണോ? നിന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണ ഊരി കൊടുത്തിട്ട് നീ സ്വർഗത്തിൽ പോ. അല്ലാഹുവേ ഈ സ്വർണം ഏത് കയ്യിൽ കിടന്നോ റബ്ബേ അതുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഹജറുൽ അസ്വദ് ഒന്ന് തൊടാനെങ്കിലും ആ പെണ്ണിന് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ സ്വപ്നം കാണാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആ പെണ്ണിന്റെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറു ബർക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. അടുത്ത സ്വർണ്ണമോതിരം കുലൂത്ത് കുബീർ പറഞ്ഞോ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ. കരുണക്കടലായ അല്ലാഹ്, ഉസ്താദേ പ്രസവത്തിന് പോലും വല്ലാത്ത വേദനയാണ്. മരണവേദന എനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് താങ്ങാൻ വയ്യ. പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കാൻ വയ്യ. തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണമോതിരം തന്ന പെങ്ങളാട് മരണവേദന കുറച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ആ പെണ്ണിന്റെ മുഖത്ത് പ്രകാശം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ നാട്ടിലെ പെണ്ണുങ്ങള് ആ സഹോദരി മരിച്ചതുപോലെ മരിക്കാ കൊതിക്കണേ അല്ലാഹ്. പടച്ചവനെ മുസ്തഫ എന്ന് പറയുന്ന സഹോദരന് അല്ലാഹുവേ 50 കല്ല് സദഖ ചെയ്തിരിക്കുന്ന തമ്പുരാന് മനസ്സു നിനക്കറിയാ. അല്ലാഹുവേ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പടച്ചവനെ പെങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വഅദലൈബായി കാണുന്ന ഒരു സഹോദരന് 5000 രൂപ സദഖ ചെയ്തിരിക്കുന്ന തമ്പുരാന് സ്വീകരിക്കണേ അല്ലാഹ്. തന്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് പടച്ചവനെ സ്വർഗത്തിലും കൂടപ്പറപ്പുകളാക്കണേ അല്ലാഹ്. ഒരു നല്ല ജീവിതം കൊടുക്കണേ അല്ലാഹ്. സമീർ എന്ന് പറയുന്ന സഹോദരന് പടച്ചവനെ ലൈവായി കണ്ടൊരു സദഖ ചെയ്തിരിക്കുന്ന തമ്പുരാന് ആ സഹോദരന്റെ സദഖ സ്വീകരിക്കണേ അല്ലാഹ്. ഹംസ എന്ന് പറയുന്ന തില്ലങ്കേരിയിലുള്ള ചെറുപ്പക്കാരൻ 20 ചാക്ക് സിമന്റ് സദഖ ചെയ്തിരിക്കുന്ന തമ്പുരാന് കരുണക്കടലായ അല്ലാഹ്. ഹംസാനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ കഴിഞ്ഞ മാസം മരണപ്പെട്ടു പോയ സയ്യിദ് അലവിക്കായിക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ 100 കല്ല് ഒരു സഹോദരൻ കുലൂത്ത് കുബീർ ആ മണ്ണറ മണിയറയാക്കണേ അല്ലാഹ്.